ഹലോ, ഞാൻ ടാനിയ ജോയൽ. എല്ലാവരും നല്ല സന്തോഷത്തോടെയാണോ ഇരിക്കുന്നത്? അതെയോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടൊക്കെയാണോ ഇരിക്കുന്നത്? ഈ ദിവസങ്ങൾ എല്ലാവർക്കും ഭയങ്കര ആലോചനയായിരിക്കും കേട്ടോ. പുതിയ ബെഡ്ഷീറ്റ് വാങ്ങിക്കണോ, പുതിയ കട്ടൻ മേടിക്കണോ, പുതിയ ടേബിൾ ക്ലോത്ത് മേടിക്കണോ, അടുത്ത വർഷം എന്ത് ചെയ്യും എന്നുള്ള ആലോചനയാണ്. അങ്ങനെയുള്ള ആലോചനകളൊന്നും വേണ്ട, നമുക്ക് നല്ല സന്തോഷത്തോടെയൊക്കെ അങ്ങോട്ട് ഇരുന്ന് അങ്ങ് പോകാം. ഇന്ന് ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഒരു സ്റ്റഡി ടേബിളിന്റെ ഒക്കെ സൈസ് ഉണ്ടല്ലോ, ആ ഒരു സൈസിലുള്ള ടേബിൾ ക്ലോത്ത് ആണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവ പുതിയ സമയമാകുമ്പം പുതിയ ഇയർ ആകുമ്പോഴത്തേന് പുതിയൊരു സ്റ്റഡി ടേബിളിൻ്റെ ടേബിൾ ക്ലോത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇഞ്ച് വൈസ് നമുക്ക് ഇങ്ങോട്ട് അയച്ചാൽ നമുക്ക് അതുണ്ടെങ്കിൽ നമ്മൾ അതുപോലത്തെ ടേബിൾ ക്ലോത്ത്സ് ഒക്കെ തരും കേട്ടോ. ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ടേബിൾ ക്ലോത്ത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു കളറും ഇതിൻ്റെ ഫുൾ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്, 4 വശത്ത് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. സൈസ് നിങ്ങൾ ചോദിക്കണം ഇന്ന സൈസ് ഉണ്ടോയെന്ന് ഇഞ്ചസ് ചോദിച്ചാലാണ് ഈ ടേബിൾ ക്ലോത്തിൻ്റെയൊക്കെ സൈസ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുമേ. ഈ ബെഡ്ഷീറ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ 695ൻ്റെ ബെഡ്ഷീറ്റ് ആട്ടോ. 695ൻ്റെ ബെഡ്ഷീറ്റ് നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റാണ്. ഈ ബെഡ്ഷീറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കിടന്ന അവിടെ തന്നെ കിടക്കും. മാഗ്നിസ്കേപ്സിൻ്റെ ബെഡ്ഷീറ്റ് കിടന്ന ഈ പറയുന്ന ഇന്ന് കാണിക്കുന്ന എല്ലാ ഷീറ്റും അവിടെ തന്നെ കിടക്കും, കളറൊന്നും പോകത്തില്ല. പിന്നെ നല്ല ഭംഗിയായിട്ടുള്ള 2 വലിയ പില്ലോ കവേഴ്സും ഉണ്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു പിങ്ക് കളറിൽ. ഈ പിങ്ക് കുഞ്ഞി പെൺപിള്ളേരുണ്ടല്ലോ, അവർക്ക് ഈ പിങ്ക് കളേഴ്സ് ഒക്കെ ഇഷ്ടം. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം എനിക്കറിയില്ല. എനിക്കൊക്കെ അങ്ങനെ പിങ്ക് കളേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതുപോലെ ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് കളർ ഷെയ്ഡിൽ സെൻറ്റർ പോർഷൻ നല്ല പ്രിന്റഡ് ആയിട്ട് നല്ല പൂക്കൾ, ഇനി എല്ലാം പൂക്കളൊക്കെ ആയിരിക്കുമേ. പൂക്കളോട് കൂടിയ 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. ഇനി എല്ലാവർക്കും നമുക്ക് ഈ ചെറിയ വില മതി, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ടാവണം. അതുപോലെ നമുക്ക് ബെഡ്ഷീറ്റുകൾ ഗിഫ്റ്റ് കൊടുക്കാനും ഉള്ളത്, അതുപോലെ നമുക്ക് ഈ ബെഡ്ഷീറ്റ് കൊടുക്കാൻ പറ്റും കേട്ടോ. അതിന് നല്ലൊരു പ്രിന്റ് ആട്ടോ. ബാക്ക്ഗ്രൗണ്ട് കളർ കണ്ടോ, നല്ല വൈറ്റ് കളറിൽ നല്ല കട്ടയായിട്ട് ഒരു പ്രത്യേക കളറും ഒരു കൊലയായിട്ടുള്ള പൂക്കള്, 2 ഇതുണ്ട്. സൈഡ് ബോർഡറും കറക്റ്റ് മാച്ചിങ് ആട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന 2 വലിയ പില്ലോ കവേഴ്സ്. ഇപ്പം എല്ലാവർക്കും നമുക്കൊരു 3000 രൂപയുടെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ചെറിയ വിലയിലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം നന്നായിട്ട് ചെക്ക് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആണോ നോക്കിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട്, ഈ ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോഴില്ലേ നല്ല രസമാണ്, ഇതെല്ലാം കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ലൊരു ബെഡ്ഷീറ്റ് ന്യൂ ഇയർ ആകുമ്പോഴത്തേന് നമ്മൾ പുതിയ ബെഡ്ഷീറ്റ് വാങ്ങിക്കോ ഇല്ലയോ എന്നുള്ളതല്ല, പഴയ ഒരു ബെഡ്ഷീറ്റ് നന്നായിട്ട് കഴുകി വേണമെങ്കിൽ നന്നായിട്ട് തേച്ച് 2 പില്ലോ കവേഴ്സൊക്കെ വെച്ച് പുതിയൊരു പുതപ്പൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഈ നമ്മുടെ പില്ലോ ഇല്ല, അതൊക്കെ ഒന്ന് വെയിലത്തൊക്കെ ഇട്ട് ഒന്ന് കൊട്ടി ഒന്ന് ഉണക്കണം. ഇപ്പം നമുക്ക് പുതിയത് മേടിക്കുന്നതിലല്ല ഇതെല്ലാം കാര്യം. എൻ്റെ ജോലി ഇതെല്ലാം നിങ്ങൾക്ക് വിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്കത് മേടിക്കണം ഇപ്പം താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ പഴയ ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, ഇങ്ങനെ പറയുമ്പോൾ ഇവരെല്ലാവരും എന്നോട് ചോദിക്കും കേട്ടോ, മാഡം ഇത് ബെഡ്ഷീറ്റ് വിൽക്കാനാണ് സംസാരിക്കുന്നത്. ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ മേടിക്കുമല്ലോ. നല്ല ഭംഗിയായിട്ടുള്ള 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ അടുത്ത ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റ്. സൈഡ് ബോർഡർ വന്നിട്ട് ഇങ്ങനെയുള്ള കളറാണ്. ഇതെല്ലാം നല്ല തിക്കായിട്ടുള്ള ബെഡ്ഷീറ്റാണ്. 2 വലിയ പില്ലോ കവേഴ്സും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഇനിയുള്ളത് നല്ല ലൈറ്റ് കളറാട്ടോ. ഇത് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കി ഇത് കാണാൻ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ലൈറ്റ് കളറിൽ, ഇത് നല്ല ഗ്രേ കളർ, നല്ല വൈറ്റ് പൂക്കളാണ്. സൈഡ് ബോർഡർ വന്നിട്ട് സെയിം കളർ തന്നെയാണ്. 2 വലിയ പില്ലോ കവേഴ്സും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഇനിയുള്ള ഷീറ്റ് ഇത് കണ്ടോ, ഇന്നെല്ലാം പൂക്കളാണ്. ഇനി എല്ലാം നല്ല പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന, നമ്മുടെ മനസ്സ് പോലെ നമുക്ക് എപ്പോഴും നമുക്ക് ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കത്തില്ലേ, ചില ആൾക്കാർക്കും അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. നാളത്തെ കാര്യം എന്താവും, നാളത്തെ കാര്യം ആലോചിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ല.
ഇന്നത്തെ കാര്യം മാത്രം ആലോചിച്ച് നല്ല കഞ്ഞിയും കഞ്ഞിവെള്ളമൊക്കെ കുടിച്ച് സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. നല്ലതായിട്ട് എല്ലാം വരുമെന്നേ. നല്ലതായിട്ട് ചിന്തിച്ചാൽ എല്ലാം നല്ലത് വരത്തുള്ളൂ. നല്ല ഭംഗിയായിട്ടുള്ള 2 പില്ലോ കവേഴ്സോട് കൂടിയ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാഗ്നിസ്കേപ്സിൽ കട്ടൻസ് അവൈലബിൾ ആണ്. വളരെ റീസണബിൾ ആയിട്ട് കട്ടൻസ് എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് നല്ല റെഡി ആയിട്ട് കട്ടൻസും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഉള്ളത് നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ കട്ടൻസ്, റണ്ണേഴ്സ്, ടേബിൾ ക്ലോത്ത് വെബ്സൈറ്റിൽ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ചില സമയത്ത് വെബ്സൈറ്റ് കണ്ടില്ലെങ്കിലും നിങ്ങൾ അത് അവിടെ കിടക്കുന്ന നമ്പറിൽ നമ്മളെ വാട്സപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മെയിൽ അയക്കാം. അങ്ങനെ ഒത്തിരി സംവിധാനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ നാളത്തെ കാര്യം ആലോചിക്കാതെ ഇന്നത്തെ കാര്യമൊക്കെ ആലോചിച്ച് ചിരിച്ചും കളിച്ചൊക്കെ അവിടെ ഇരിക്കുക കേട്ടോ. താങ്ക് യു.